കേരളത്തിലെ അതിഭീകരമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു രാത്രി പെട്ടെന്നിട്ടൊരു പ്ലാൻ. 6 പേരും ഒരേ മൈൻഡ് സെറ്റിൽ ഞങ്ങളൊരു റൈഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്വന്തം മൂന്നാറിലോട്ടാണ്. അത് മൂന്നാറിലെ കൊളുക്കുമലയിലെ സ്വർഗ്ഗതുല്യമായ ആ ഒരു സൺറൈസ് കാണാനാണ് പ്രധാന ലക്ഷ്യം. മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്റർ മാറിയുള്ള കൊളുക്കുമലയിലോട്ട് ചിന്നക്കനാൽ സൂര്യനെല്ലി വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. റൈഡേഴ്സിൻ്റെ എന്നത്തെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് നമ്മുടെ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഒരു റൈഡ്. ആ സീനിക് ബ്യൂട്ടിയും അതുപോലെ തന്നെ നല്ല ട്വിസ്റ്റ് ടേൺസ് ഉള്ള റോഡിലൂടെയുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പകൽ സമയങ്ങളിലെ കൊടും ചൂട് കണക്കിലെടുത്ത് ഞങ്ങൾ രാത്രി തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് പുലർച്ചെ 4 മണിക്ക് ജീപ്പ് പോയിന്റിൽ എത്തേണ്ടതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ തിരക്കെത്തുന്നതിന് മുമ്പ് കൃത്യസമയത്ത് ഞങ്ങൾ കൊളുക്കുമല സൺറൈസ് പോയിന്റിലെത്തി. ചുവന്ന് കിടക്കുന്ന പർവ്വതനിരകൾ, സൺറൈസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ, 18 ഡിഗ്രിയിൽ താഴെയുള്ള ക്ലൈമറ്റ് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ കൊളുക്കുമലയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടൈഗർ പോയിന്റിലെ ഒരു വിഷ്വലും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ എത്തിയപ്പോഴായിരുന്നു ഫ്രാൻസിൽ നിന്നും വന്നിട്ടുള്ള സാക്കിനെയും മൊരിയയും പരിചയപ്പെട്ടത്. അത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഫോട്ടോ പോയിന്റ് ആണെന്ന് അറിയാതെയായിരുന്നു സാക്കും മൊരിയും അതിനടിയിൽ സൺറൈസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പോലും അറിയാതെ അവരുടെ പിന്നിൽ നിന്നും എടുത്തിയൊരു വീഡിയോ കാണിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു അവരുടെ രണ്ടുപേരുടെ മുഖത്ത്. അങ്ങനെ ഞങ്ങൾ ആ ഹെവൻലി വൈബുള്ള ഹാപ്പിനെസ്സിൻ്റെ പീക്ക് മൊമെൻറ്റ് എൻജോയ് ചെയ്ത് ചെറിയൊരു ട്രാക്കൊക്കെ കേട്ട് ആ സൺറൈസൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. നേരെ ഒന്ന് വെളുത്തപ്പോഴേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ് കൊളുക്കുമലയിൽ. അവിടുത്തെ ഭംഗി നഷ്ടപ്പെട്ടു. ഞങ്ങൾ മെല്ലെ തിരിച്ചിറങ്ങി. അങ്ങനെ തിരിച്ച് ജീപ്പിനടുത്ത് എത്തിയപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ടയർ പഞ്ചറായി കിടക്കുന്നു. പിന്നെ നമ്മുടെ ജീപ്പ് ചേട്ടൻ ഫുൾ ഓൺ ആയത് കണ്ട് പുള്ളിക്കാരൻ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഞങ്ങൾ താഴത്തേക്കുള്ള ട്രക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരു 1.5 ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ഭാഗ്യം കൊണ്ടാവട്ടെ ഞങ്ങൾക്ക് കിട്ടിയ ഈ ജീപ്പ് ചേട്ടൻ, പുള്ളിക്കാരൻ്റെ ഒരു അഡ്രിനലിൻ റഷ് ഞങ്ങൾക്ക് ഏറ്റവും പീക്ക് മൊമെൻറ്റ് അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആണ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജീപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു കൊളുക്കുമല വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രയർലി ബുക്ക് ചെയ്തിട്ട് പോവാം. 6 പേർക്ക് ജീപ്പ് സഫാരിക്കായിട്ട് ഞങ്ങൾക്ക് വന്നത് 2500 റുപ്പീസ് ആയിരുന്നു. അതുപോലെ നിങ്ങൾ പ്രയർ ബുക്കിംഗ് ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000-6000 വരെ ചിലപ്പോൾ ചാർജ് അയക്കാം. അത്രയും കൊടുത്ത് ജീപ്പ് സഫാരി ചെയ്ത ആൾക്കാരെ ഞങ്ങൾ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇത്ര നല്ലൊരു എക്സ്പീരിയൻസും ഓഫ് റോഡ് എക്സ്പീരിയൻസും എന്ന ജീപ്പ് ചേട്ടൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായിട്ടുള്ള വട്ടവടയിലോട്ട് യാത്ര പോവാണ്.